ഹായ് ഓൾ, വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ. സോ നിങ്ങൾ എഴുതിയ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ എക്സാമിൻ്റെ റിസൾട്ടുകൾ ഔട്ടായിട്ടുണ്ട്. സോ +1 സ്റ്റുഡൻസിന് നീറ്റ് JEE മാതൃകയിൽ നിങ്ങൾക്കൊരു എക്സാം ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാനും അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ഒരു റിവിഷൻ എന്ന രീതിയിൽ എക്സാംസിന് മുമ്പായിട്ടുള്ള നീറ്റ് JEE എക്സാംസിന് മുമ്പായിട്ടുള്ള റിവിഷൻ എന്ന രീതിയിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന പരീക്ഷയാണ് ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ. സോ ഈ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിലിൻ്റെ റിസൾട്ട്സ് നമ്മുടെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ അവിടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ റോൾ നമ്പർ, അതേപോലെ നിങ്ങളുടെ ക്ലാസ് ചൂസ് ചെയ്യാം, അതേപോലെ നിങ്ങളുടെ എക്സാം ഏതാണ്. ഇപ്പോൾ നിങ്ങൾ എഴുതിയ എക്സാം ഇപ്പം നീറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ Kings 11 നീറ്റ് എന്നൊരു ഇതുണ്ടാവും, അതേപോലെ JEEക്ക് അതേപോലെ ഇതുണ്ടാവും. സോ നിങ്ങൾ ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ നമ്മുടെ എക്സാം, നിങ്ങൾ ഏത് എക്സാമാണ് എഴുതിയത് അത് ചൂസ് ചെയ്യണം. നിങ്ങളിപ്പോൾ JEE GIB ആണെങ്കിൽ അത് ചൂസ് ചെയ്യാം, Kings 11. JEE നീറ്റ് GIB ആണെങ്കിൽ അത് ചൂസ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ ക്ലാസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ചോദിക്കും. അവിടെ നിങ്ങൾ JEE നീറ്റ് എന്നൊരു ഓപ്ഷനാണ് ചൂസ് ചെയ്യേണ്ടത്. അതുപോലെ താഴെ റോൾ നമ്പർ ഓർ യൂസർ നെയിം എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ നിങ്ങൾ നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ നിങ്ങൾ കിട്ടിയ നിങ്ങളുടെ റോൾ നമ്പർ അവിടെ ഇൻപുട്ട് ചെയ്യണം. അതിനുശേഷം സെർച്ച് കൊടുത്താൽ നിങ്ങളുടെ റിസൾട്ട് അവിടെ പബ്ലിഷ് ആയിരിക്കുന്നത് കാണാം. അവിടെ നിങ്ങളുടെ റാങ്കും അതനുസരിച്ചുള്ള നിങ്ങളുടെ ടോട്ടൽ സ്കോറുമായിരിക്കും കാണാൻ സാധിക്കുക. അപ്പോൾ അത് വെച്ച് ഇവാലുവേറ്റ് ചെയ്ത് വേണം ഇനിയുള്ള പരീക്ഷകൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നടത്താനും ഇനിയുള്ള GIBs എഴുതാനും. കാരണം നമ്മളൊരു പ്രോപ്പർ നീറ്റ് JEE മാതൃകയിലാണ് പരീക്ഷ നടത്തുന്നത്. അപ്പോൾ ഈ ഒരു ടേൺ അല്ലെങ്കിൽ ഈ ഒരു മോഡൽ തന്നെയായിരിക്കും നിങ്ങളുടെ മെയിൻ എക്സാം ഉണ്ടാവുക. അപ്പോൾ GIBs എഴുതുന്നത് ശരിക്കും നിങ്ങളുടെ മെയിൻ എക്സാമിനെ ഒരു പ്രോപ്പർ കമ്പാരിസൺ നടത്താൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ടതും നിങ്ങളുടെ റാങ്കുകൾ, ഇപ്പോൾ നമ്മളിപ്പോൾ സെക്കൻഡ് GIB ആണ് നമ്മളിപ്പോൾ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. സോ നമ്മുടെ റാങ്കുകൾ എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, സ്കോറിന് എത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ട്, ഒരു എക്സാം പാറ്റേൺ എങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്യുക. സോ സ്കോറൊക്കെ എത്ര കിട്ടി എന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. സോ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.